24 ഇമ്പാക്ട് മെഡിക്കൽ കോളേജുകളിൽ സീനിയർ റെസിഡന്റുമാരെ നിയമിച്ചു. കഴിഞ്ഞ 3 മാസമായി PG കഴിഞ്ഞ ഡോക്ടർമാർക്ക് നിയമനം നടത്തിയിരുന്നില്ല. ഇക്കാര്യം 24 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, വലിയ പ്രതിസന്ധിയാണ് ഇതുണ്ടാക്കിയിരുന്നത്. ഈ എണ്ണത്തിലെ കുറവ് അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യം, അതിനിടയിൽ തന്നെ ഈ എണ്ണക്കുറവിനിടയിൽ തന്നെ ചില സ്ഥലമാറ്റങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുകയാണോ റിനു? റിജിത്ത്, PG പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ PG ഡോക്ടർമാർക്ക് സീനിയർ റെസിഡന്റ് പോസ്റ്റിലേക്ക് നിയമനം നൽകണം. ഇത് കേന്ദ്ര ചട്ടമനുസരിച്ചാണ് നൽകേണ്ടത്. പക്ഷേ കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സീനിയർ റെസിഡന്റുമാരെ നിയമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇത് വലിയ വിവാദത്തിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ഈ വാർത്ത, അതായത് ഈ PG ഡോക്ടർമാരുടെ വിഷമം പുറത്തേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇടപെട്ടിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 20 സീനിയർ റെസിഡന്റുമാർക്കാണ് 3 മാസമായി നിയമനം ഇല്ലാതിരുന്നത്. ഈ നിയമനം നടത്താത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 1 വർഷം റെസിഡന്റുമാരായി ജോലി നോക്കാത്തതിനാൽ സർക്കാർ പരീക്ഷകൾ, അതായത് PSC പരീക്ഷകളൊന്നും തന്നെ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ റെസിഡന്റുമാരായി നിയമനം വാങ്ങി ജോലി 1 വർഷം നിർബന്ധിത സേവനം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ PG പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ. ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ സർക്കാർ തല പരീക്ഷകൾ ഉൾപ്പെടെ എഴുതാൻ കഴിയുകയുള്ളൂ. ഇവർക്ക് നിയമനം ലഭിക്കാത്തത് കൊണ്ട് തന്നെ PG കഴിഞ്ഞതിന് ശേഷം വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു. കാരണം വെറുതെ വീട്ടിലിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം, സ്വകാര്യ ആശുപത്രികളിൽ പോലും ജോലി നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം. തുടർന്നാണ് നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും സീനിയർ റെസിഡന്റ് പോസ്റ്റുകളിലേക്ക് നിയമനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായിട്ടുള്ളൊരു നിയമനം ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. 70% നിയമനം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഈ നിയമനം നടത്തുന്നതിന് വേണ്ടി ഒഴിവുകളില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിച്ച വിവരമെങ്കിൽ ആ ഒഴിവുകളെല്ലാം തന്നെ നികത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ സീനിയർ റെസിഡന്റുമാരെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രജിത്ത, ശരി. റിനു ശ്രീധർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.